ഐഫോണും കെയറയിലും പോലെ കെ കപ്പലും പ്രതിസന്ധിയിൽ. പ്രവാസി മലയാളികളുടെ സ്വപ്നമായ ഗൾഫിലേക്കുള്ള കപ്പൽ സർവീസ് അനിശ്ചിതമായി നീളുന്നു. ചെന്നൈ ആസ്ഥാനമായ കമ്പനിക്കാണ് പ്രാഥമിക അനുമതി നൽകിയത്. എന്നാൽ ഈ കമ്പനിക്ക് അനുയോജ്യമായ കപ്പൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഏപ്രിലിൽ കപ്പൽ സർവീസ് തുടങ്ങാനാകില്ലെന്ന് വ്യക്തമായി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസാണ് ആലോചനയിലുള്ളത്. കപ്പൽ കണ്ടെത്താനായാൽ ഇന്ത്യൻ ഷിപ്പിംഗ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏപ്രിലിൽ സർവീസ് തുടങ്ങുക അസാധ്യമാണ്. കപ്പൽ ഗതാഗത രംഗത്ത് മുൻപരിചയമുണ്ടായിരുന്ന ചെന്നൈ ആസ്ഥാനമായ കമ്പനിയെയാണ് സർവീസ് നടത്തിപ്പിനായി തെരഞ്ഞെടുത്തത്. സർവീസിന് അനുയോജ്യമായ കപ്പൽ തേടി വിവിധ രാജ്യങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. കപ്പൽ ലഭിച്ചാൽ ഏപ്രിലിൽ സർവീസ് തുടങ്ങാനാകുമെന്ന് കമ്പനി അധികൃതർ മാരിടൈം ബോർഡ് അധികൃതരെ അറിയിച്ചിരുന്നു. ഇനി ആ പ്രതീക്ഷ വേണ്ടെന്നാണ് സർക്കാർ നൽകുന്ന സൂചന. നിശ്ചിത എണ്ണം യാത്രക്കാർ സർവീസുകളിൽ ഉണ്ടാകാതിരുന്നാൽ കപ്പൽ കമ്പനിക്കുണ്ടാകുന്ന നഷ്ടം നികത്താനുള്ള സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കപ്പൽ കിട്ടാത്ത പ്രതിസന്ധി. വിമാനയാത്രാക്കൂലി വർധന പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായതോടെയാണ് കപ്പൽ സർവീസിനായുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം കേരള മാരിടൈം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചു. 4 കമ്പനികളാണ് രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 2 കമ്പനികളെ അന്തിമ പട്ടികയിൽപ്പെടുത്തി. കമ്പനികളുടെ പ്രവർത്തന പശ്ചാത്തലം, മേഖലയിലെ കാര്യക്ഷമത, സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന കപ്പലുകളിൽ യാത്ര ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും ലഗേജ് കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങൾ, യാത്രയ്ക്കും ചരക്കുകൾ കൊണ്ടുവരുന്നതിനുമുള്ള നിരക്ക്, സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും തേടി. അതിനുശേഷമാണ് ചെന്നൈ കമ്പനിക്ക് അനുമതി നൽകിയത്. ഗൾഫിൽ നിന്നും യാത്രാ കപ്പൽ സർവീസിന് കൊച്ചി വിമാനത്താവള കമ്പനി മാതൃകയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കമ്പനിയും ആലോചനയിലുണ്ട്. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാ കപ്പലിൽ 3.5 ദിവസം യാത്രയുണ്ടാകും. 10,000 രൂപ നിരക്കും. കെ-ഷിപ്പ് എന്നാകും പദ്ധതിയുടെ പേരെന്നാണ് പുറത്തുവരുന്ന സൂചന. ഇക്കാര്യം കേരള മാരിടൈം ബോർഡും നോർക്കയും നിക്ഷേപകരും ചേർന്നുള്ള ബിസിനസ് മോഡലാണ് ആലോചനയിൽ. മതിയായ യാത്രക്കാരെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഒരു ട്രിപ്പിൽ 1500 പേരെ കിട്ടുക പ്രയാസമല്ലെന്നാണ് പ്രവാസി സംഘടനാ പ്രതിനിധികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ച കാര്യം. കപ്പലിൽ 10,000 രൂപ നിരക്കിൽ യാത്ര ചെയ്യാമെങ്കിൽ വിമാന കമ്പനികൾ 20,000 മുതൽ 60,000 വരെയാണ് ഈടാക്കുന്നത്. വിമാനത്തിൽ 15-30 കിലോഗ്രാം ലഗേജിന്റെ സ്ഥാനത്ത് കപ്പലിൽ 40-50 കിലോ അനുവദിക്കും. 3.5 ദിവസം കൊണ്ട് കേരളത്തിലെത്താം. വിനോദസഞ്ചാരികൾക്കും ഈ കപ്പൽ പ്രിയപ്പെട്ടതാകാൻ സാധ്യത ഏറെയുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികളിൽ നിന്ന് വിമാന കമ്പനികൾ ഉത്സവ സീസണുകളിൽ ഭീമമായ തുകയാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ സർവീസ് എന്ന ആശയം കേരളം മുമ്പോട്ട് വെച്ചത്. എന്നാൽ കപ്പൽ കിട്ടുന്നില്ലെന്ന പ്രതിസന്ധി പദ്ധതിയെ ആശങ്കയിലാക്കുന്നു. സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടാൽ ഇതിന് പരിഹാരം കാണുമെന്ന് സൂചനയുണ്ട്.